ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിന്റെയും അടുത്തയാഴ്ചത്തെ അടിപൊളി കഥയിലേക്ക് എവർക്കും സ്വാഗതം. അടുത്തയാഴ്ച വമ്പൻ ട്വിസ്റ്റോട് കൂടി നമ്മുടെ വേദ വിക്രത്തെ രക്ഷിക്കുന്ന എപ്പിസോഡാണ്. അതുകൂടാതെ വീട്ടിൽ വേദയ്ക്ക് കിട്ടുന്ന ആ ഒരു അംഗീകാരം ഒക്കെയാണ് നമ്മുടെ വിക്രത്തിന്റെ മനസ്സിലും. അപ്പോൾ എല്ലാവർക്കും ആ കഥയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ വേദയ്ക്ക് മനസ്സിലാവുകയാണ് ഈ വിക്രത്തിന്റെ മനസ്സിനുള്ളിലെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച്, നന്മയെക്കുറിച്ചൊക്കെ. എവിടെയൊക്കെയോ നന്മയുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് വേദയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ എല്ലാത്തിലും ഒരു നൊമ്പരമായിട്ട് മറ്റൊരാളുണ്ട്. വേദയുടെ മനസ്സിൽ നൊമ്പരമല്ല, നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിൽ നൊമ്പരമായിട്ട് രാധ ഇങ്ങനെ കിടപ്പുണ്ട്. പാവം പെൺകുട്ടിയാണ്. ഈ വിക്രത്തെ കാത്തിരുന്ന് കാലം കഴിക്കാനുള്ള ശരിക്കും ഒരു രാധയായി മാറിപ്പോകുന്ന ഒരു പെൺകുട്ടി. നമ്മുടെ കൃഷ്ണനെ കാത്തിരുന്നത് പോലെ രാധയായിട്ട് കാത്തിരിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഈ ഒരു വിക്രത്തിന്റെ രാധയും. എന്തായാലും അവളോടും നമുക്ക് വെറുപ്പ് തോന്നാത്ത ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം. അങ്ങനെ വേദയുടെ അമ്മയും മുത്തശ്ശിയും വേദയെ കാണാനായിട്ട് എത്തിയ സമയത്താണ് ഒരു ബെഡ്ഷീറ്റും പായും കൂടെ അവിടെ ഇരിക്കുന്നത് കണ്ടത്. വേദയ്ക്ക് ഈ വീട്ടിൽ എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന് അമ്മയ്ക്ക് മനസ്സിലാവുകയാണ്. ഒരമ്മയുടെ എല്ലാ വികാരത്തോടും കൂടി തന്നെയാണ് ഈ അമ്മയും പൊട്ടിത്തെറിക്കുന്നത്. തൻ്റെ മകളെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഈ വീട്ടിലെ മകനായ വിക്രമാണ്. എന്തിൻ്റെ പേരിലായാൽ പോലും, മകൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലായാൽ പോലും മകൾ ചെയ്തത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാനായിട്ട് അമ്മയ്ക്ക് കഴിയില്ല. അപ്പോൾ മകൾ ഈ ഒരു അവസ്ഥയിലാണ് ഇവർ നിർത്തിയിരിക്കുന്നത്. നിങ്ങളൊരു മാഷല്ലേ, എൻ്റെ മോളോട് ഇങ്ങനൊരു ക്രൂരത ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവനൊരു പക്ഷേ എൻ്റെ മകളെ അംഗീകരിക്കില്ലായിരിക്കാം, പക്ഷേ ഒരു നേരത്തെ ആഹാരമോ അല്ലെങ്കിൽ ഒരു നേരത്തെ വസ്ത്രമോ കൊടുത്ത് എൻ്റെ മകളെ ഇതിനകത്ത് കയറ്റി അവൾക്കൊരു മുറി കൊടുക്കാൻ പോലും തയ്യാറാകാത്ത ഇവരുടെ ജീവിതത്തിൽ നിനക്ക് എന്ത് സ്ഥാനമാണ് മോളെ ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് മകളെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയുകയാണ്. അപ്പോഴേക്കും മാഷ് കയറി ഇടപെട്ടു. ഇടപെട്ടിട്ട് പറഞ്ഞു, ഒരിക്കലും ഞാൻ ഇവളെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. വിക്രം ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് പോലുമില്ല. പിന്നെ ഞാൻ ഇവളെ മരുമകളായിട്ട് എങ്ങനെ അംഗീകരിക്കും? ഒരിക്കലും ഞാൻ ഇവളെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. നിങ്ങളെന്ന അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളെന്ന കുടുംബത്തെയൊക്കെ ഞാൻ മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവളെ അംഗീകരിക്കാതിരുന്നതും. ഇവളെ കൂട്ടിക്കൊണ്ട് പൊക്കോളൂ. അത് തന്നെയാണല്ലോ നിങ്ങളുടെ മകനും പറഞ്ഞത്. പക്ഷെ എൻ്റെ മകൾക്ക് ഭ്രാന്തായി പോയില്ലേ, അവൾ ആ താലിയെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പോഴേക്കും ഈ അമ്മ ഇങ്ങനെ പൊട്ടിത്തെറിക്ക് കുറച്ച് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി തടയാണ്. വേണ്ട, അവളുടെ ജീവിതം, ബാക്കി ജീവിതം ഇവിടെ തന്നെയാണ്. വേദ അറിവും വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള കുട്ടിയാണ് എന്ന് മാഷിനോട് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു, മോൾ എങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും, ഒരു ദൈവനിശ്ചയം തന്നെ ആയിരിക്കാം. പക്ഷെ ഒരിക്കലും എൻ്റെ മകൻ അവനൊരു തെമ്മാടിയാണ്. ഒരിക്കലും അവനിങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കമലേ, ഇവരെ പറഞ്ഞു വിടാൻ നോക്ക് എന്ന് പറഞ്ഞു മാഷും അവിടെ നിങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പോവാണ് കേട്ടോ. കമലയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വേദയോട് പറഞ്ഞു, മോള് പോ, ഇവരുടെ കൂടെ പോ. അപ്പം അമ്മയ്ക്ക് അങ്ങനെ മനസ്സ് തട്ടി എന്നോട് പറയാൻ പറ്റുമോ, എന്നോട് പൊക്കോളാനായിട്ട്? ഈ താലി സത്യമല്ലെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ വേദ ഇങ്ങനെ കമലയോട് ചോദിക്കുകയാണ്. എന്തായാലും കമല ഉത്തരവില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വേതാളം പോകാനുള്ള ഒരു ചാൻസും ഇല്ല എന്ന് നന്ദിനി ശ്രീജിയോട് ഇങ്ങനെ പറയാട്ടോ. ഒന്നും മിണ്ടാതിരിക്കുക, ആ കൊച്ചു പാവല്ലേ, അവൾ പോകുന്നെങ്കിൽ പോട്ടെ, അവൾ പോകാനായിട്ട് പ്രാർത്ഥിക്കുക. അവളുടെ നല്ലൊരു ജീവിതം അവൾ പോയി കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അതാ ഞാനും പറഞ്ഞു, അവൾ പോട്ടെ എന്ന്. എന്തായാലും നമ്മുടെ മുത്തശ്ശിയും അമ്മയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ്. അവിടെ നിന്ന് പോയി കരഞ്ഞു കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് പോകുന്നത് വേറെ. എന്തായാലും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വേറെ അവിടെ അതുപോലെ കുത്തിപ്പിടിച്ചിരിക്കുക. ഇനി ഇവിടെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് എന്താ എൻ്റെ പെങ്കൊച്ച കാര്യം, നിനക്ക് അവരോടെ പോകാൻ പാടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനി വേദയ്ക്ക് നേരെ, ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, നിങ്ങൾക്ക് ഈ വീട്ടിൽ അവകാശമുള്ളതുപോലെ തന്നെ എനിക്കും അവകാശമുണ്ട്, അതുകൊണ്ട് എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയണ്ട എന്ന് വേദയോട് നന്ദിനി പറയുന്നത് കേട്ടിട്ട്, നന്ദിനിയോട് വേദ പറയുന്നത് കേട്ട് നന്ദിനി ഉള്ള കിളികളെല്ലാം പറന്നു പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും വീട്ടിൽ ചെന്ന് വേദയുടെ അമ്മ മുത്തശ്ശിയൊക്കെ കൂടി അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. മാത്രമല്ല ഈ സമയത്ത് ദർശൻ്റെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ദർശൻ്റെ അച്ഛനും അമ്മയും, അതായത് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും, അവരെല്ലാവരും ദർശൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ മകൻ ഉണ്ണുന്നില്ല, ഉറങ്ങുന്നില്ല, മര്യാദയ്ക്ക് കേസ് പോലും വാദിക്കാൻ പറ്റില്ല, ഒരേ ഒരു നാമജപം മാത്രമേ അവൻ്റെ ആ ഒരു മനസ്സിലും, എന്ത് പറഞ്ഞാലും അവൻ വേദയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവന് വേദയില്ലാതെ ജീവിക്കാനാവില്ല, ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ മകനെ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച അമ്മയും പൊട്ടിത്തെറിക്കുകയാണ്, ദർശൻ്റെ അമ്മയും. അപ്പോൾ വർഷയും ഈ അമ്മയുടെ അച്ഛനെയൊക്കെ കൂടി വേദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾക്കൊരു തീരുമാനമായില്ലേ ഇതുവരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. മാത്രമല്ല എൻ്റെ മകനെ ഈ ഒരു ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് രക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ
സങ്കടപ്പെട്ടും ദേഷ്യപ്പെട്ടും ജസ്റ്റിസിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ അച്ഛാ, നമ്മളിങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ട് കാര്യമില്ല. അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, ഇനി എന്ത് തീരുമാനമാണ്? അവൾ അവളുടെ ജീവിതം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു, അത് ദർശൻ മനസ്സിലാക്കി, ദർശൻ്റെ വഴിക്ക് പോകണം. അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ജസ്റ്റിസും ശങ്കരനാരായണനും വേദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഒരു കാരണവശാലും അവൻ്റെ കൂടെ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, അവൻ മരിച്ചാലെങ്കിലും അവൾ തിരിച്ചു വരുമെങ്കിൽ, ആ താലി അറുത്ത് പൊട്ടിച്ച് കളയാൻ പറ്റുമെങ്കിൽ, എന്തായാലും അവൾക്ക് അവനോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് പറ്റില്ല. എൻ്റെ മകളെ അവൻ കഷ്ടപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ അവൾ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം എന്ത് വേണമെന്ന്. അങ്ങനെ ഈ ജസ്റ്റിസ് പോലീസിനെ വിളിക്കുകയാണ്. പോലീസിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ വിക്രത്തിൻ്റെ പേരിൽ എന്തൊക്കെ കേസുകൾ ആ ഒരു സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പോലീസ് പറഞ്ഞു, അവന് ചില രാഷ്ട്രീയ കക്ഷികളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് അവൻ ഈ പല കേസും അവൻ്റെ പേരിലുണ്ട്, കോടതിയിൽ നടക്കുന്ന പല കേസുകളും ഉണ്ട്. അവൻ പക്ഷേ ജാമ്യത്തിൽ ഇറങ്ങുന്നതും ഇങ്ങനെ രക്ഷപ്പെട്ട് ഇങ്ങനെ നടക്കുന്നതുമൊക്കെ പാർട്ടി ഇടപെടലൊക്കെ ഉള്ളത് കൊണ്ടാണ്. എന്തായാലും കേസുകൾ നല്ല കുറച്ച് അധികം കൊലപാതക ശ്രമവും വെട്ടും കുത്തും ഒക്കെയുണ്ട്. മോഷണ ശ്രമവും അങ്ങനെയൊന്നുമില്ല. എല്ലാം ഈ വെട്ടും കുത്തും പരിപാടിയും ഒക്കെ ആയിട്ടാണ്. എന്തായാലും ജാമ്യം കിട്ടാത്ത കേസുകളാണ് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ രാഷ്ട്രീയ കക്ഷികളൊക്കെ കൂടെ ഉള്ളത് കൊണ്ടാണ് ജാമ്യം കിട്ടി ഇങ്ങനെ പോരുന്നത്. മാത്രമല്ല, ഒരു തവണ അവനെ കഞ്ചാവ് ഇവൻ്റെ വണ്ടിയിൽ ഇവൻ്റെ കൂട്ടുകാരോ ആരാണ്ടോ കണ്ട് കഞ്ചാവ് കൊണ്ടുപോയി, അക്കൂടെ ഇവനെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും അവൻ്റെ മേലുള്ള എല്ലാ കേസുകളും റീഓപ്പൺ ചെയ്യണം. അങ്ങനെ അവനെ പൂട്ടാൻ പറ്റുന്ന രീതിയിൽ കോടതിയിലേക്ക് അവനെ എത്തിച്ചാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അവന് ജാമ്യം കിട്ടില്ല, അവനിനി പുറലോകം കാണില്ല. വെള്ളം തിന്ന് അവൻ അവിടെ കിടക്കട്ടെ. എന്തായാലും മകളുടെ ഭർത്താവിനെ കൊന്നു എന്നൊരു അവനെ ഞാൻ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ല, പക്ഷേ ഭർത്താവിനെ കൊന്നു എന്നൊരു പേരുദോഷം അവൻ്റെ മകൾക്ക് എന്നോട് ശത്രുതയുണ്ടാകും. ഇത് വേണ്ട. എന്തായാലും ഈ ഒരു രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകാം, കേസ് നടക്കട്ടെ എന്നിങ്ങനെ പറയാണ്. എന്തായാലും മകളുടെ മുന്നിൽ ഒരിക്കൽ കൂടി പോകാനായിട്ട് ഈ ജസ്റ്റിസ് തയ്യാറാകുകയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ടും ഈ പറയുന്ന ഈ കുടുംബത്തെ എല്ലാം ശത്രുവായി കണ്ടു തന്നെയാണ്. മാഷാണെങ്കിൽ ആ ഒരു രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെയാണ് ഈ ശങ്കരനാരായണനോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. പക്ഷെ ആ കുടുംബത്തെയും വിക്രത്തിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരെ നികൃഷ്ട ജീവികളാക്കിക്കൊണ്ടാണ് ഈ ജസ്റ്റിസ് സംസാരിക്കുന്നത്. അതും മകളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് കേട്ടോ. ഇതെൻ്റെ കുടുംബമാണ് അച്ഛാ, ഈ കുടുംബത്തിലെ അച്ഛൻ, ഈ കുടുംബക്കാരെ ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ ഈ കുടുംബത്തിലെ അംഗമാണ് ഞാനും. എൻ്റെ കുടുംബത്തോട് ഒരിക്കലും അച്ഛൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റേതായൊരു വിലയുണ്ട്, ആ വില ഇല്ലാണ്ടാക്കരുത് എന്നൊക്കെ വേറെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നീ വരികയാണെങ്കിൽ ഒരു പക്ഷേ നിനക്ക് ഈ കുടുംബത്തിലെ ഓരോരുത്തർക്കും അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. നീ വരികയാണെങ്കിൽ നീ വരണം, ദർശൻ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നിങ്ങനെ പറയാം. ദർശൻ നിന്നെ കാണാനായിട്ട് വരും എന്നൊക്കെ പറഞ്ഞപ്പോഴും വേദ പറഞ്ഞു, ഇല്ല, എനിക്ക് ഒരു വിവാഹം കഴിഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്, ദർശൻ ഇനി എൻ്റെ ജീവിതത്തിലില്ല, അച്ഛന് പോകാം എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് ആ ഒരു കുറച്ച് കർശനമായിട്ട് തന്നെ പറഞ്ഞ് ജസ്റ്റിസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. നീ ഇതിനെ അനുഭവിക്കും, നീ മാത്രമല്ല ഈ കുടുംബം ഇതിനെ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ തൻ്റെ അച്ഛൻ അങ്ങനെ തന്നോട് ചെയ്യില്ല എന്നും വേദക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ദർശൻ കാണാനെത്തുന്നു. ദർശൻ കരഞ്ഞുകൊണ്ടാണ് ഈ മാഷിൻ്റെയും കമലയുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഈ വേദയോട് സംസാരിക്കാനായിട്ട് വരുന്നത്. എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല വേദ. അപ്പോഴേക്കും മാഷും കമല അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും വേദ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിക്കാനിരുന്ന ആളാണ്, വക്കീലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ല ദർശൻ, എൻ്റെ കല്യാണം കഴിഞ്ഞു, അവനാണ് വിക്രമാണ് എൻ്റെ ഭർത്താവ്, വിക്രത്തെ മറന്നുകൊണ്ട് ഇനി എനിക്കൊരു ജീവിതമില്ല, ഇനി എന്നെ ഇങ്ങനെ വിചാരിച്ചിരിക്കരുത് എന്നൊക്കെ പറയാണ്. മാത്രമല്ല കമല അതായത് ഈ കമലയോടും മാഷിനോടും ഒക്കെ ദർശൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മാഷ് പറഞ്ഞു, എന്തായാലും നിന്നെപ്പോലൊരു ആളെ തന്നെയാണ് ഈ കുട്ടിക്ക് ഭർത്താവായിട്ട് വേണ്ടത്, അല്ലാതെ എൻ്റെ മകനെപ്പോലൊരു തെമ്മാടിയല്ല, ഒരിക്കലും ഇവൾക്ക് ചേരുന്നവനല്ല. മോളെ, ഒരു കാര്യം ചെയ്യുക, ഒരച്ഛനെന്ന നിലയിൽ ഞാൻ ഉപദേശിക്കുകയാണെന്ന് നീ കരുത്, ഇയാളോടൊപ്പം പോകൂ, ഇയാളോടൊപ്പം നല്ലൊരു ജീവിതം നിനക്കുണ്ട്. വെറും ഒരു ക്രിമിനലാണ് എൻ്റെ മകൻ, പക്ഷേ ഇതങ്ങനെയല്ല. മാത്രമല്ല നിന്നെ എത്രത്തോളം സ്നേഹിച്ചിട്ടാണ് ഇവിടെ നിൻ്റെ കുടുംബത്തിൽ നിന്ന് പലരും വന്നിട്ടുണ്ട്, അവരൊക്കെ ധാർഷ്ട്യത്തോടു കൂടിയും അഹങ്കാരത്തോടു കൂടിയുമാണ് സംസാരിച്ചിട്ടുള്ളത്, ഞങ്ങളെ ശത്രുവായിട്ട് കണ്ടിട്ടാണ്. പക്ഷേ ഈ കുട്ടിയുടെ മനസ്സിലൊരു നന്മയുണ്ട്, ആ നന്മ മോള് തിരിച്ചറിയാതെ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തിരിച്ചറിഞ്ഞത് ദർശൻ്റെ മനസ്സിലെ നന്മ മാത്രമല്ല, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ വിക്രത്തിൻ്റെ മനസ്സിലെ നന്മയും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും വിക്രത്തെ ഉപേക്ഷിച്ച്, ഈ താലി ഉപേക്ഷിച്ച് ഞാൻ പോകില്ല അച്ഛാ, എന്നോടത് പറയരുത്, ദർശന് പോകാം, ഇനി ദർശൻ എന്നെ അന്വേഷിച്ച് വഴിക്ക് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദർശനം അവസാനം കണ്ണ് തുടച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പക്ഷേ ഈ കണ്ണീരിനൊക്കെ മോള് കണക്ക് പറയേണ്ട ഒരു ദിവസം വരുമെന്ന് മാഷ് ഇങ്ങനെ പറയുക.
ഈ മാഷിൻ്റെ വാക്കുകൾ, ഈ അച്ഛൻ്റെ വാക്കുകൾ നീ ഓർത്തു വെച്ചോ എന്നും പറയുകയാണ്. എന്തായാലും വേദ ചെയ്യുന്നത് തെറ്റാണോ അല്ലയോ എന്നൊന്നും വേദയ്ക്ക് അറിയാൻ പാടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് വേദയും വിക്രവും തമ്മിൽ കണ്ടുമുട്ടുന്ന സമയങ്ങളും ഉണ്ട്. അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി രണ്ടും കൂടി. പക്ഷേ വേദയ്ക്ക് വിക്രത്തെ ഇഷ്ടമാണ്, തൻ്റെ ഭർത്താവാണ്, അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. പക്ഷേ വിക്രത്തിന് അങ്ങനെയല്ലല്ലോ. അങ്ങനെ വിക്രത്തിന് ഫുഡ് കൊടുക്കാനായിട്ട് മര്യാദയ്ക്ക് ഫുഡ് പോലും കഴിക്കാതെ ഇവനെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. എന്നാ ഒരു പഴമെങ്കിലും തിന്നെന്നും പറഞ്ഞുകൊണ്ട് പുറകെ പോവുകയാണ് നമ്മുടെ വേദ. വിക്രമാദിത്യൻ ചേട്ടാ പഴം തിന്നൂ എന്നും പറഞ്ഞുകൊണ്ട്, പാളയംകോടൻ പഴമാവും നിൻ്റെ പഴം എന്നും പറഞ്ഞ ഒറ്റ ഏറും വെച്ച് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും അകത്തേക്ക് കയറി ചെന്നാൽ ഈ വേദയ്ക്ക് അവൻ്റെ അമ്മയെ, വിക്രത്തിൻ്റെ അമ്മയെ രക്ഷിക്കേണ്ട ഒരു ഇതുകൂടി, ആ ഒരു യോഗം കൂടി വരികയാണ്. അമ്മ അടുക്കളയിൽ എന്തോ സാധനങ്ങൾ എടുക്കാനായിട്ട് മുകളിലേക്ക് കയറിയതാവണം. ആ ഒരു സമയത്ത് വീഴാൻ പോയ കമലയെ രക്ഷിക്കുന്നതും ഈ വേദയാണ്. അങ്ങനെ ആ അമ്മയും മകളും തമ്മിലൊരു ബന്ധമുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ വിക്രം ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് വന്നപ്പോൾ അടുക്കള ഭരണമൊക്കെ നമ്മുടെ വേദ കുറച്ച് ഏറ്റൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവൾക്ക് അറിയാം കേട്ടോ. അങ്ങനെ അടുക്കളയിൽ കയറിയ വേറെ ചോദ്യം ചെയ്യാനായിട്ട് നമ്മുടെ നന്ദിനി വരികയും അവിടെയും രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഫുഡ് കൊടുക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വേറെ ഫുഡ് കൊടുക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവനത് വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. അക്കാര്യത്തിൽ കമല വേറെ വഴക്ക് പറയുന്നുണ്ട്. കാരണം മകൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവന് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് നമ്മുടെ വിക്രത്തെ അന്വേഷിച്ച് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കേസുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ആ കേസൊക്കെ കോടതിയിൽ കിടക്കുന്നതല്ലേ, പിന്നെന്തിനാണ് നിങ്ങൾ ഇപ്പോഴും എന്നെ അന്വേഷിച്ച് വരുന്നത്? കോടതിയിൽ കിടക്കുന്ന കേസിൻ്റെ പുറത്ത് ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു, എന്നെ തട്ടിക്കൊണ്ടുവന്ന കേസാണെങ്കിൽ എന്നെ തട്ടിക്കൊണ്ടുവന്നതല്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പോകുന്നതാണ്. അപ്പോൾ ആ ഒരു കേസുമായിട്ട് ഒരു ബന്ധമില്ല ഇതിനെന്ന് പറയുകയാണ്. അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവനെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുക. ഇതിനിടയ്ക്ക് നമ്മുടെ വേദയെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ ഒരു ശ്രമവും നടക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് പോലീസ് എത്തുന്നതും. വേദ പോലീസിന് തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ വേദയുടെ മുന്നിൽ കൂടി, കമലയുടെയൊക്കെ മുന്നിൽ കൂടി ഈ വിക്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. എന്തായാലും നീ കാരണം മാത്രമാണ് ഞാൻ ഈ ലോക്കപ്പിലേക്ക് പോകുന്നത് എന്ന് വേദയുടെ മുഖത്ത് നോക്കി വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്. കമലയൊക്കെ വേദയെ കുറ്റപ്പെടുത്തുകയാണ്. മോളിപ്പോ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാതെ ഈ വീട്ടിൽ നിന്ന് പോ എന്ന് കമലയും മാഷും ഒക്കെ പറയുന്നുണ്ട്. അവൻ ഇനി ലോക്കപ്പിൽ ഒരു ജീവിതകാലം മൊത്തം കിടന്നാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല, നിനക്ക് അങ്ങനെ ഒരുത്തനെ വേണ്ട മോളെ എന്നും മാഷ് പറയുന്നുണ്ട്. ഇതേ സമയം ഇവരെ അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ അറിഞ്ഞിട്ട് രാധ ഓടിപ്പടച്ച് വരികയാണ്. കൂട്ടിവെച്ച ചില്ലറ തുട്ടുകളുമൊക്കെ ആയിട്ട് പുള്ളിക്കാരി ഒരു വക്കീലിനെ കാണണം, വിക്രത്തെ രക്ഷിക്കണം, ഇവള് കാരണമാണ് നമ്മുടെ വിക്രം ജയിലിലായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ കരച്ചിലും പറച്ചിലും ഒക്കെ തന്നെയാണ്. എന്തായാലും വിക്രത്തെ രക്ഷിക്കാൻ നമ്മുടെ വേദയും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ രാധയുണ്ടല്ലോ, വീട്ടിൽ കൂട്ടിവെച്ച കാശ് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രാധയുടെ അമ്മയും അച്ഛന് ഭയങ്കര സീനാക്കി കേട്ടോ. അത് ഒരു കല്യാണം കഴിച്ച ഒരുത്തിന് വേണ്ടിയിട്ട് എന്തിനീ പൈസ കളയുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകെ രാധ സങ്കടപ്പെട്ട് അവനെ പുറത്തിറക്കാൻ പറ്റാത്ത സങ്കടത്തിൽ ഇങ്ങനെ കരയൊക്കെ ചെയ്യുകയാണ്. പക്ഷേ വേദ പോലീസ് സ്റ്റേഷനിലെത്തി ഇദ്ദേഹത്തെ പുറത്ത് വിടണമെന്നൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടൊന്നും പോലീസ് കേൾക്കുന്നില്ല. നീ എന്തിനാണ് എൻ്റെ അരികിലേക്ക് വന്നത് എന്ന് വിക്രം വേദ മുന്നിൽ വന്ന് നിന്നപ്പോൾ ലോക്കപ്പിനകത്ത് കിടന്നിങ്ങനെ ചോദിക്കുക, എൻ്റെ ജീവിതം തകർക്കാനാണ് നീ എൻ്റെ മുന്നിലേക്ക് എത്തിയത്, ഒരിക്കലും നിന്നെ കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിന്നെപ്പോലൊരു പെണ്ണല്ല എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത്, എനിക്കൊരു പെണ്ണിൻ്റെ കൂട്ട് ഈ ഒരു ജീവിതത്തിൽ വേണ്ട, നിൻ്റെ മുഖം കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്, നീയാണ് എൻ്റെ ജീവിതം തകർത്തത്, എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ച് പോയതല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദയുടെ മനസ്സ് തകർക്കുന്ന രീതിയിലാണ് ഈ വിക്രം സംസാരിക്കുന്നത്. ഈ ലോക്കപ്പിൽ ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ നീ വേതാളമായിട്ട് എൻ്റെ തോളെ തൂങ്ങും, അതിലും ഭേദം ഞാൻ ഈ ജയിലിൽ ജീവിതകാലം മൊത്തം കിടന്ന് ഉണ്ടേം വെള്ളവും തിന്നുന്നതായിരിക്കും നല്ലത്, അറ്റ്ലീസ്റ്റ് നിൻ്റെ മുഖമെങ്കിലും എനിക്ക് കാണണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസിനോട് പറയാം, ഇവളെ ഇങ്ങോട്ട് കയറ്റിവിട്ട് എൻ്റെ മനസ്സ് തകർക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ വേണമെങ്കിൽ എന്നെ ഇടിച്ചോ തല്ലിക്കോ വേണമെങ്കിൽ എന്നെ കൊന്നോ, പക്ഷെ ഇവളെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരരുത് എന്നും പറഞ്ഞിട്ട് വിക്രം അലറാണ് കേട്ടോ. എന്തായാലും വിക്രത്തെ രക്ഷിച്ചേ പറ്റുള്ളൂ. വേദ വേറെ വഴിയില്ലാതെ തൻ്റെ അച്ഛൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അച്ഛൻ്റെയും ശ്രീകാന്തിൻ്റെയും മുന്നിലേക്ക് ചെന്നു. അവർ വണ്ടിയിൽ വരുന്ന വഴിക്ക് വണ്ടി തടഞ്ഞുകൊണ്ട് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് ചെന്നു. വേദ ചെന്നിട്ട് അച്ഛനെയും വെല്ലുവിളിച്ചു. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല കേട്ടോ. അച്ഛനോട് അവൾ പറഞ്ഞു, അച്ഛനെക്കുറിച്ച് അഭിമാനം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അച്ഛൻ എന്ന ആ വാക്കിൻ്റെ അർത്ഥം പോലും അച്ഛൻ മറന്നു പോയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അച്ഛനൊരു ആ ഒരു ന്യായാധിപനാണ് എന്ന് അച്ഛൻ മറന്നു പോകാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തെ ഞാൻ രക്ഷിച്ചിരിക്കും. അങ്ങനെ വിക്രത്തെ രക്ഷിക്കാനായിട്ട് നമ്മുടെ വേദ ചെല്ലുന്നത് ദർശൻ്റെ അരികിലേക്കാണ്. ദർശൻ്റെ വീട്ടിലേക്ക് എത്തിയ വേദയെ കണ്ട് ദർശൻ്റെ അച്ഛനും അമ്മയും അവൾ തിരികെ എത്തിയതാണ്, ദർശനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ തിരികെ എത്തിയതാണെന്ന് വിചാരിച്ച് സന്തോഷിക്കുകയാണ്. പക്ഷേ ദർശനോട്
ഈ വിക്രത്തെ രക്ഷിക്കാനാണ് പറയുന്നത്. ദർശൻ അക്ഷരം പ്രതി അനുസരിക്കും. വേദ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ഈ വിക്രത്തെ ജാമ്യത്തിലെടുക്കുകയാണ് ചെയ്യുന്നത്. വിക്രത്തെ ജാമ്യത്തിലെടുത്തുകൊണ്ട് വേദ വരികയാണ്. അതുപോലെ നമ്മുടെ ആ ഒരു വിക്രമത്തിന് ഇനി മറ്റൊന്നും പറയാനില്ലാത്തൊരവസ്ഥ. അങ്ങനെ വിക്രം അവൾക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഹോട്ടലിൽ പോയി നിന്നിട്ട്. അപ്പം ഒരു സാധാരണ ഹോട്ടൽ, അവളിങ്ങനെ തട്ടുകടയിൽ നിന്നൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ വലിയ രസകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മുടെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് കടന്നു പോകുന്നത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ പുതിയ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും. സി യു അഗെയിൻ. താങ്ക് യു.